കണ്ണൂർ വയക്കര സ്വദേശി നിതിൻ്റെ വീട്ടിൽ നിന്ന് സജോ ദേവസ്യാണ് ചേരുന്നത്. നിതിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം ഇന്ന് രാത്രി തന്നെ സംസ്കാരമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജോ ഉണ്ട് ഇവിടുന്ന്. സജോ, എല്ലാ വീടുകളിലും ദുഃഖം ഘനീഭവിച്ചു നിൽക്കുകയാണ്. ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയാണ് പല വീടുകളിലും, കുടുംബാംഗങ്ങൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ. കാരണം ഇവരൊക്കെ കുടുംബത്തിനപ്പുറം നാടുമായൊക്കെ വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരുടേതായ എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും എല്ലാ ബന്ധുക്കളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പ്രവാസ ജീവിതം നിർബന്ധിതമായി അത് തെരഞ്ഞെടുത്ത് പോകുന്നത്. എങ്ങനെയെങ്കിലും കുടുംബത്തെ ഒരു കര പറ്റിക്കണമല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പോൾ നിതിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങളിലേക്ക്, ഒരുപാട് മനുഷ്യരുടെ ആശ്രയങ്ങളിലേക്കൊക്കെയാണ് ഈ ദുരിതം അല്ലെങ്കിൽ ഈ ദുരന്തം, ഈ തീമഴ പെയ്തിറങ്ങിയത് എന്നതാണ് വസ്തുത. അത് മറ്റെല്ലാവരെയും പോലെ ഈ നാടിനെ, നിതിൻ്റെ കുടുംബത്തെയൊക്കെ ആകെ കണ്ണീരിലായിരുന്നു. ഇതിനിവിടെ സജീവമായി പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. മിഥുൻ നേരത്തെ നമ്മൾ കാണിച്ചതാണ്. മിഥുൻ ഒരുപാട് വലിയ സ്വപ്നമായിരുന്നു. ഒരു ചെറിയ വീടാണ്, മറ്റൊരു വീട് പണിയുന്നതിന് വേണ്ടി ഒരു വീടിൻ്റെ തറയൊക്കെ അവിടെ കെട്ടിയിട്ടിരുന്നതാണ്. അത് പൂർത്തീകരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ്. അങ്ങനെ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ബാക്കി വെച്ചാണ് ഇതിൻ വിടവാങ്ങുന്നത്. ഇവിടെ ആദ്യം വയക്കരയിലേക്ക് ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി എത്തും എന്നാണ് ഇപ്പോൾ നമ്മൾ മൃതദേഹം എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. പെരിങ്ങോത്ത് നിന്ന് മൃതദേഹം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് ഇവിടെ വയക്കരയിൽ തന്നെ പൊതുദർശനത്തിന് വേണ്ടി ഒരു പ്രത്യേക ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും, ഈ പ്രദേശത്തെ നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ഇവിടെ പൊതുദർശനം ക്രമീകരിക്കും. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ഇതിൻ പൂർത്തീകരിക്കാതെ പോയ ഒരു സ്വപ്നമുണ്ട്. അതായത് വീടിൻ്റെ തറ കെട്ടിയിട്ടിരുന്നു, അവിടെ കൊണ്ടുപോകും. അതിനുശേഷം ശ്മശാനത്തിൽ, സമീപത്തുള്ള ശ്മശാനത്തിൽ നിന്ന് തന്നെയാണ് സംസ്കാരം. എത്ര മണിയോടുകൂടി എത്തുമെന്നാണ് നമ്മൾ ഏകദേശം ഒരു 6:30-7 മണിയോടുകൂടി എത്തുന്നതാണ് ഇപ്പം അറിയിച്ചിട്ടുള്ളത്. ആദ്യം നമ്മളിവിടെ ഇവിടെ പൊതുദർശനം വെച്ചിട്ട് ശേഷം ഒന്ന് വീട്ടിൽ പോയിട്ട് അവിടെ നേരെ അവിടെ പൂർത്തീകരിക്കാത്ത അവിടെ ഒന്നും ഇവിടെ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീട്ടുകാർ ആവശ്യപ്രകാരം അവിടെ നിന്ന് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും പൊതുരംഗത്തും എല്ലാവർക്കും ഇങ്ങനെ സജീവമായിട്ട് നിന്നിരുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു. നല്ല രീതിയിൽ നാട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. നമുക്കിവിടെ കാണാം, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇവിടെയുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ഒരു ദുരന്തം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ സജീവമായി എല്ലാ രംഗത്തും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കൂടിയാണ് നമുക്ക്. ഇതിന് സജീവമായി എല്ലാ രംഗങ്ങളും, പൊതുരംഗങ്ങളിലും വയക്കര നാടിൻ്റെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും, അമ്പലങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ് ഇത്. സജോ, തുടരുക. നമുക്ക് തൃശ്ശൂരിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ബിനോയ് തോമസിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സൂരജ്, മൃതദേഹം ഇപ്പോൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട്ടിലെ ശുശ്രൂഷകൾ പൂർത്തിയായി അല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, ഈ വീട്ടിലെ ശുശ്രൂഷകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. മൃതദേഹം ഈ കുന്നംകുളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കുന്നംകുളം ബി നാഗൽ ബെറിയൽ സെമിത്തേരിയിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇനി അവിടെ ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള ചെറിയ ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ, അതായത് ഇപ്പോൾ മൃതദേഹം വീടിന് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ ഈ നടപ്പാത മാത്രമാണുള്ളൂ. അതിലൂടെ ഈ ആംബുലൻസിൽ എത്തിച്ച് മൃതദേഹം ഈ ആംബുലൻസിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കുന്നംകുളത്ത് ഒരു അരമണിക്കൂർ ദൂരം ഇവിടെ നിന്നുണ്ട്. ഈ ചാവക്കാട്ട് നിന്ന് അരമണിക്കൂർ ദൂരം കുന്നംകുളത്തുണ്ട്. കുന്നംകുളത്തെ വീനാഗൽ ബെറിയൽ സെമിത്തേരിയിൽ എത്തിച്ചായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കുക. എന്തായാലും ഏറെ വൈകാരികമായ ഒരു വിടവാങ്ങൽ ചടങ്ങ് അത് നമുക്ക് ചാവക്കാട്ടെ വീട്ടിൽ കാണാനായി എന്നുള്ളതാണ്. തെക്കൻ പാലിയൂരിലെ ബിനോയിയുടെ വീടാകെ ഈ കണ്ണീർ കയത്തിൽ ആഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഭാര്യ ജിനിത, മകൻ ആദി, അതുപോലെ തന്നെ ഇളയ മകൻ ഇയാൻ, എല്ലാവരും ഒരുപോലെ ദുഃഖാർദ്രമായി അവസാന നോക്ക് ബിനോയിയെ കണ്ട് യാത്രയാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ ഇയാൻ ഇളയ മകനാണ്, 6ാം ക്ലാസ്സുകാരനാണ്, 1ാം ക്ലാസ്സുകാരനാണ്. ഇയാൻ ഈ അന്ത്യചുംബനം നൽകുന്ന സമയത്ത് അവിടെ കാത്തുന്നവർ ഉൾപ്പെടെ ഈ വലിയ രീതിയിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും നാടിന്റെ യാത്രാമൊഴി അത് ബിനോയ് തോമസിന് നൽകിയിരിക്കുന്നു. അല്പസമയത്തിനകം ബിനോയുടെ മൃതദേഹം അത് കുന്നംകുളത്തെ വീനാഗൽ ബെറിയൽ സെമിത്തേരിയിൽ സംസ്കരിക്കും. ക്രിസ്റ്റീന, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നമുക്ക് വീണ്ടും കണ്ണൂരിലേക്ക് ഒന്നുകൂടി പോകേണ്ടതായിട്ടുണ്ട്. അവിടെ സജോ ദേവസ്യുണ്ട്. സജോ നാട്ടുകാരോടൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് തൃശ്ശൂരിലേക്ക് കൂടെ പോകേണ്ടി വന്നത്. നിതിനടക്കം ഇവർ ഓരോരുത്തരും നാട്ടിലുള്ള ഓരോ ആൾക്കാരുമായി വലിയ സൗഹൃദവും ഒക്കെ സൂക്ഷിച്ചിരുന്നവരാണ്. വല്ലപ്പോഴും ഓടി കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും ഒക്കെ കാണാനെത്തുമ്പോൾ അവർ കാണിക്കുന്ന സ്നേഹവും ഒക്കെ ഓരോ നാട്ടുകാരും ഓർത്തെടുത്ത് പറയുന്നുണ്ട്. അതുതന്നെയല്ലേ നിതിൻ്റെ വീട്ടിൽ നിന്നുമുള്ള അവസ്ഥ?
നമുക്ക് ഇനി പോകേണ്ടത് അരുൺ രാജിലേക്കാണ്. പെരുന്നാടിലെ സുമേഷ് എസ് പിള്ളയുടെ വീട്ടിൽ നിന്നാണ് അരുൺ രാജ് നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ്? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? രാഷ്ട്രീയ നേതാക്കൾ അടക്കം അവിടെ എത്തിയിട്ടുണ്ടല്ലോ. സമയത്തിനകം തന്നെ സുമേഷിന്റെ മൃതശരീരം വീട്ടിലേക്ക് എത്തിക്കും. തുടർന്ന് വൈദ്യങ്ങളടക്കം നടക്കുക. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം വീട്ടിൽ തന്നെ എത്തിക്കും. ബന്ധുക്കളും അതുപോലെ നിരവധി ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെയാണ് ഈ വീട് അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു വിറങ്ങലിച്ച അവസ്ഥയിലാണ്. കാരണം ഇന്ന് രാവിലെയാണ് സുമേഷിന്റെ മരണം തന്നെ ഒരു വിറങ്ങലിച്ച അവസ്ഥയിലാണ്. കാരണം ഇന്ന് രാവിലെയാണ് സുമേഷിൻ്റെ മരണവിവരം ഈ വീട്ടിൽ അറിയുന്നത് പോലും. ഇന്നലെ അടക്കം ഈ സുമേഷിന് അപകടം പറ്റി ഒരു ഗുരുതരമായ അവസ്ഥയിലാണ് എന്നത് മാത്രമാണ് ബന്ധുക്കളെ അടക്കം അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയോടെയാണ് ഈ മരണവിവരം ഈ ഭാര്യയും അച്ഛനെയും അമ്മയും ഒക്കെ അറിയിക്കുന്നത്. പക്ഷെ അതൊന്നും ഇപ്പോഴും ഉൾക്കൊള്ളാൻ ആ കുടുംബം പൂർണ്ണമായും തയ്യാറായിട്ടില്ല. ഇതിൽ അവർ ഏറ്റവും പറയുന്നത് 8 മാസം മുമ്പാണ് സുമേഷ് ഈ വീട്ടിൽ വന്ന് മടങ്ങുന്നത്. ഈ 8 മാസം മുമ്പ് വരുന്നതിന് പോലും ഒരു കാരണമുണ്ടായിരുന്നു. സുമേഷിൻ്റെ അനുജനും ഈ സുമേഷിനൊപ്പം തന്നെ കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ അവിടെ വെച്ച് അനിയന് വലിയ രീതിയിൽ അസുഖം ഉണ്ടാവുകയും ഈ അനിയനെ നാട്ടിലേക്ക് എത്തിക്കുകയും ഇവിടെ എത്തിച്ച് ചികിത്സ അടക്കം നൽകിയ ശേഷമാണ് സുമേഷ് മടങ്ങുന്നത്. അങ്ങനെ ഈ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന വീടടക്കം സുമേഷ് അടുത്ത കാലത്തായി വിദേശത്ത് പോയ ശേഷം നിർമ്മിച്ചതാണ്. ഈ വിദേശത്ത് പോയി നിർമ്മിച്ചെങ്കിൽ പോലും അതിൽ വലിയൊരു കടബാധ്യതയടക്കം സുമേഷിനുണ്ട്. അങ്ങനെ ഈ 15 വർഷമായി പ്രവാസിയാണെന്ന് പറയും. സമീർ ബിൻ കരീം ചേരുകയാണ്. നമുക്ക് സമീറിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സമീറ, ഈ കുട്ടായി സ്വദേശിയായ നൂഹിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചു എന്ന് മനസ്സിലാക്കാനാവുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തിരൂർ കൂട്ടായി സ്വദേശി KP നൂഹിൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് നിലവിൽ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഈ ആംബുലൻസിൽ നിന്നും വീട്ടിലേക്ക് എത്തിക്കും. ഇവിടെ പ്രത്യേകമായ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. മൃതദേഹം ഈ കട്ടിലേക്ക് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന കട്ടിലിൽ കിടത്തും. തുടർന്ന് അടുത്ത ബന്ധുക്കൾക്ക് മാത്രമായിരിക്കും പ്രധാനമായും ഈ പൊതുദർശനത്തിന് അവസരം നൽകുക. അതിനുശേഷം ഉടൻ തന്നെ ഈ മൃതദേഹം ഇന്ന് കബറടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രം അകലെയുള്ള കൂട്ടായി റാത്തീബ് ജുമാ മസ്ജിദിലാണ് കബറടക്കം നടക്കുക. ഉടൻ തന്നെ കാൽനടയായി മൃതദേഹം വഹിച്ച് പ്രാർത്ഥനയോട് കൂടി ആളുകൾ ഈ റാത്തീബ് പള്ളിയിലേക്ക് നീങ്ങും. അവിടെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ ഈ റാത്തീബ് പള്ളിയിൽ തന്നെ കബറടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നിലവിൽ ഇവിടെ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ്, ഒപ്പം തന്നെ സ്ഥലം എം പി അബ്ദുൾ സമദ് സമദാനി ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നൂഹിൻ്റെ 3 സഹോദരങ്ങൾ വിദേശത്തായിരുന്നു. അതിൽ ഒരാൾ ഇന്ന് രാവിലെയോട് കൂടി എത്തി. മറ്റൊരു സഹോദരൻ കുവൈറ്റിലായിരുന്നു. അദ്ദേഹം ഈ മൃതദേഹത്തിനോടൊപ്പം തന്നെ നിലവിൽ ഈ ആംബുലൻസിലുണ്ട്. മറ്റൊരു സഹോദരൻ ഉടൻ തന്നെ വിദേശത്തു നിന്നും എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കഴിഞ്ഞ 4 മാസം മുന്നെയാണ് ഈ KP നൂഹ് വിദേശത്തു നിന്നും എത്തി അവധി കഴിഞ്ഞ് അദ്ദേഹം തിരികെ ഈ കുവൈറ്റിലേക്ക് തന്നെ പോയത്. 11 വർഷമായി ഇദ്ദേഹം പ്രവാസിയാണ്. അവിടെ ഫിഷ് മാർക്കറ്റിലായിരുന്നു ജോലി ചെയ്യുന്നത്. ഇത്തവണ അവധി കഴിഞ്ഞ് മടങ്ങിയ സമയത്ത് പുതിയ ഒരു ജോലിയിലേക്ക് അദ്ദേഹം, അല്ലെങ്കിൽ പുതിയ ഒരു ഷോപ്പിലേക്ക് മാറുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായി പുതുതായി ഒരു താമസ സ്ഥലത്തേക്ക് മാറുകയാണ് ഉണ്ടായത്. ആ താമസ സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടമുണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടായത്. ഈ അപകടമുണ്ടായ ദിവസം തന്നെ ഈ നൂഹ് മരിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കുടുംബത്തിന് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല. നൂഹിനെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും പക്ഷേ നൂഹ് ജീവിച്ചിരിപ്പുണ്ടാകും, ഒരുപക്ഷെ ആശുപത്രിയിൽ ചികിത്സയിലോ മറ്റായിരിക്കും എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ കണക്കുകൂട്ടൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബം ഈ കുവൈറ്റിലുള്ള ആശുപത്രികളിൽ പരിശോധന നടത്തിയെങ്കിലും ഒടുവിൽ മോർച്ചറിയിൽ നിന്നാണ് ഈ നൂഹിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇന്നലെ പുലർച്ചയോടുകൂടി മാത്രമാണ് ഈ കുടുംബത്തിന് നൂഹ് വിട പറഞ്ഞു എന്നുള്ള ഒരു കാര്യം അറിയുന്ന ഒരു ഘട്ടമുണ്ടായത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബമാണ് നൂഹിൻ്റേത്. സാധാരണ പ്രവാസി പോലെ തന്നെ അധികം സാമ്പത്തികമായി ഒരു ഭദ്രതയില്ല, പണി തീരാത്ത ഒരു വീട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏക സമ്പാദ്യം. അത് തന്നെ കടബാധ്യതയിൽ മുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് കുടുംബം നമ്മോട് വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് 3 പെൺമക്കളാണുള്ളത്. അവർ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവരുടെ ഭാവിയും ഏതാണ്ട് ഒരു പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം.
നിലവിൽ മൃതദേഹം ഇങ്ങോട്ടേക്ക് ഈ പ്രത്യേകമായി തയ്യാറാക്കിയത് വീടിന് മുന്നിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. നിലവിൽ തിരൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ ആളുകൾ നിയന്ത്രിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ വിവരം അറിഞ്ഞു. ഒപ്പം തന്നെ നാനാഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ മൃതദേഹം പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. എല്ലാ പ്രവാസിയും പോലെ തന്നെ വലിയ പ്രതീക്ഷയുടെ ഭാണ്ഡക്കെട്ടുമായാണ് ഈ നൂഹ് കഴിഞ്ഞ 4 മാസം മുന്നേ വിദേശത്തേക്ക് പോയത്. എന്നാൽ സാധാരണ ഒരു പ്രവാസിയുടെ തിരിച്ചറിവ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സന്തോഷത്തോടു കൂടി കുടുംബം വലിയ വരവേൽപ്പ് നൽകുന്ന ഒരു തിരിച്ചറിവാണ് സാധാരണ ഒരു പ്രവാസിക്ക് ലഭിക്കാറുള്ളത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ചേതനേറ്റ അദ്ദേഹത്തിൻ്റെ ശരീരമാണ് ഈ വീട്ടിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ മക്കളെയും ഒപ്പം തന്നെ ഭാര്യയും ഒക്കെ തന്നെ നമുക്ക് കാണാവുന്ന ആശ്വസിപ്പിക്കാനോ ആവുന്ന തരത്തിലുള്ള ഒരവസ്ഥയല്ല നിലവിലുള്ളത് എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും അദ്ദേഹം പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം പൂർത്തിയാക്കിയ സമീപത്തുള്ള റാത്തീബ് ജുമാ മസ്ജിദിലേക്ക് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. ഖബറിടം എല്ലാം തന്നെ ഇന്നലെ തന്നെ എല്ലാവരും ചേർന്ന് തയ്യാറാക്കിയിരുന്നു. അവിടെ പ്രത്യേക നമസ്കാരത്തിന് ശേഷം ഇവിടെയായിരിക്കും ഖബറടക്കം നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. നമുക്കറിയാം ഈ നൂഹ് എന്നുള്ളത് സാധാരണ ഒരു പ്രവാസിയാണ്. മലപ്പുറത്തെ നിരവധി പ്രവാസികളിൽ ഒരാളായിട്ടുള്ള നൂഹും പതിവ് പോലെ 2-2.5 വർഷമൊക്കെ ആകുമ്പോൾ ഏതാണ്ട് ഒരു 6 മാസത്തെ അവധിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാധാരണ പ്രവാസിയാണ്. വലിയ പ്രതീക്ഷയുമായി കടബാധ്യതയും മക്കളുടെ പഠനവും വീടിൻ്റെ പണി പൂർത്തിയാക്കണം ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതീക്ഷകളുമായി കടന്നുപോയ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയ ഒരാളായിരുന്നു ഈ നൂഹ് എന്നുള്ളത്. നമുക്കറിയാം ഒരു പ്രവാസിയുടെ മാനസികാവസ്ഥ, ഒരു ജീവിതം എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു രീതിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ മാതാപിതാക്കളെയോ അങ്ങനെ ഒരു നമുക്ക് സന്തോഷം അല്ലെങ്കിൽ പൂർത്തിയാകുന്നത് വരെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നവരെ കാണാനാവാത്ത വിധത്തിലായിരിക്കും ഏതൊരു പ്രവാസിയുടെയും ജീവിതം എന്നുള്ളതാണ്. പലപ്പോഴും ഈ കുടുംബത്തിലുണ്ടാകുന്ന പരിപാടികളിലോ പ്രധാനപ്പെട്ട ചടങ്ങുകളിലോ കല്യാണങ്ങളിലോ മക്കളുടെ ജന്മദിന ആഘോഷങ്ങളിലോ ഒന്നും തന്നെ ഒരിക്കലും ഒരു പ്രവാസിക്ക് ഒരു പക്ഷേ പങ്കെടുക്കാൻ കഴിയാറില്ല. എന്നാൽ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വിദേശത്തിനൊന്നും ഏറെ നോക്കി നിൽക്കുക മാത്രമാണ് പലപ്പോഴും ഒരു പ്രവാസിക്ക് സാധാരണ കഴിയാറുള്ളത്. പലപ്പോഴും ഒരു പ്രവാസി നാട്ടിലേക്ക് വരുമ്പോൾ ആ കുടുംബം വലിയ പ്രതീക്ഷയിലായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ കുരുന്നുകൾക്ക് കളിപ്പാട്ടങ്ങളുണ്ടാകും, മിഠായികളുണ്ടാകും, പുതുവസ്ത്രങ്ങളുണ്ടാകും, അങ്ങനെ ഈന്തപ്പഴങ്ങളുണ്ടാകും. അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കരുതിയായിരിക്കും ഏതൊരു പ്രവാസിയും സാധാരണഗതിയിൽ വലിയ പെട്ടികളുമൊക്കെ നാട്ടിലേക്ക് വരാറുള്ളത്. എന്നാൽ നിലവിൽ വളരെ സങ്കടകരമായി ആരും ഒന്നും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് മൃതദേഹം മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. പലപ്പോഴും ഓരോ പ്രവാസിയും നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ പലപ്പോഴും കടം മാത്രമായിരിക്കും അദ്ദേഹത്തിന് സമ്പാദ്യം ഉണ്ടാകും. പ്രത്യേകിച്ച് 2 വർഷത്തോളം അവിടെ അധ്വാനിച്ച് നാട്ടിലുള്ള മുഴുവൻ ചിലവുകളും എല്ലാം തന്നെ വഹിച്ചു ഒടുവിൽ കടം മാത്രം ബാക്കിയാക്കി തിരികെ വിദേശത്തേക്ക് മടങ്ങുന്നു. അങ്ങനെ വിദേശത്ത് വെച്ച് ഈ കടങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയുമ്പോൾ ഏതാണ്ട് ഒരു 2 വർഷത്തോളം ആകും. അങ്ങനെ അദ്ദേഹം വീണ്ടും നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ കടം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാധാരണ പ്രവാസിയുടെ ജീവിതം എന്നുള്ളത് പലപ്പോഴും ഇങ്ങനെ ഒരു ദുസ്സഹമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. പലപ്പോഴും ഈ പ്രവാസികൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പലപ്പോഴും ജീവിക്കുമ്പോൾ ഏതാണ്ട് 12-14 മണിക്കൂറുമൊക്കെ ഒരു ദിവസം ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വിദേശത്തുണ്ടാകും. അങ്ങനെ ഈ കുടുംബവുമായി അധികം ബന്ധപ്പെടാനാവില്ല. പലപ്പോഴും ഈ മക്കളൊക്കെ ഉറങ്ങിയ ശേഷമായിരിക്കും പലപ്പോഴും ജോലി കഴിഞ്ഞ് റൂമിലേക്ക് എത്തുക. അങ്ങനെ മക്കളെ പോലും ബന്ധപ്പെടാനാവില്ല പലപ്പോഴും. അങ്ങനെ മക്കൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഈ പിതാവിൻ്റെ ജോലി കഴിഞ്ഞെത്തുക. ഒരുപക്ഷെ മക്കൾ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുലാമന്തോളിൽ നിന്ന് ഷഹദ് റഹ്മാൻ കൂടി ചേരുകയാണ്. ഷഹദ്, നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും അവരുടെ ദുഃഖം പങ്കുവെക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരാൾ പറയുന്നത് 12 വർഷം മകളുടെ ജന്മദിനത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു പ്രവാസി എന്നാണ്. പലപ്പോഴും ഓരോ പ്രവാസികളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള നഷ്ടങ്ങളുടെ കണക്കുകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും പറയുന്നത് പോലെ തന്നെ വലിയ ആർഭാടത്തോടെ വന്നിട്ട് തിരികെ പോകുമ്പോൾ കടം വാങ്ങിപ്പോകുന്ന പല പ്രവാസികളെയുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ്? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? ക്രിസ്റ്റിന, ഏറെ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണയുള്ള പുലാമന്തോൾ ബാഹുലയൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ ഈ മൃതദേഹം ഇവിടേക്ക് ഇറക്കുകയാണ്. ഏറെ വൈകാരികമായ നിമിഷം അല്ലെങ്കിൽ മുഹൂർത്തം എന്ന് വേണം പറയാൻ. കാരണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബാഹുലയനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോടുകൂടി ഇവിടെ നിന്നും കുവൈത്തിലേക്ക് പോകുന്നു. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ പറഞ്ഞതുപോലെ അതായത് മുട്ടായി പൊതികളും അതുപോലെ തന്നെ വലിയ ബാഗുകളും ഒക്കെ ആയിട്ട് ഇവിടേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ കുവൈത്തിൽ നിന്ന് അടുത്ത
മരണത്തിന് വരുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാക്ക് നൽകി പോയ ബാഹുലേയനാണ് ഇപ്പോൾ ഈ മൃതദേഹവുമായി അല്ലെങ്കിൽ ചേതനയേറ്റ ശരീരമായിട്ട് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രയധികം വേദന ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉറ്റവർ, അതുപോലെ തന്നെ ഉടയവർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവർ ഉൾപ്പെടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള മൃതദേഹം വഹിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോകുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കാണ് ഒരു നോക്ക് കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഒരു നോക്ക് കാണാനായുള്ള അവസരമാണ് ആദ്യം നൽകുക. പിന്നീടാണ് പൊതുദർശനം ഉണ്ടാവുക. പുലാമന്തോളിലെ KP ബാഹുലേയൻ്റെ വീട്ടിൽ നിന്ന് ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ക്രീനിൻ്റെ ഒരു വശത്ത് KP നൂഹിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മറുവശത്ത് മലപ്പുറത്തെ ബാഹുലേയൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ